അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ശരിക്കും നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യം ഈ സിനിമയിലൂടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥയും ഇതിൻ്റെ നിങ്ങൾ സിനിമയുടെ പ്രിവ്യൂ ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ എന്ത് തോന്നി സിനിമയൊക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ എന്ത് തോന്നി? കഥ കേട്ടപ്പം ഇത് പിന്നെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അതിന് ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് എത്രമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. ചേട്ടനാണെങ്കിൽ ഒരുപാട് ന്യൂസ് വായിക്കുന്ന ഒരാളാണല്ലോ. ശരിക്കും ഇത് ഭയങ്കര ന്യൂസ് വാല്യൂ ഉള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ സംഭവം നടക്കുന്നതിനെ പറ്റി ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? അതൊരു വായിക്കാനുള്ള ഇതുണ്ടായിരുന്നു. അത് ഈ സിനിമ ഇതിന്റെ കഥയും റിയൽ ലൈഫായിട്ട് ഭയങ്കര ബന്ധമുണ്ടല്ലോ. അപ്പോൾ കഥ കേട്ടപ്പോൾ എന്ത് തോന്നി? ഇല്ല, ഞാൻ ഈ കഥയുടെ സ്ക്രിപ്റ്റും വായിച്ചിട്ട് ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ടില്ല, സ്ക്രിപ്റ്റും വായിച്ചിട്ടില്ല. എനിക്ക് ന്യൂസ് റീഡർ എന്നുള്ള രീതിയിൽ വായിക്കാനുള്ള ഒരു പോർഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ ചോദിച്ചിട്ടില്ല. എന്നാലും ഇപ്പോൾ നമ്മൾ തീം പറയുമ്പോൾ ഭയങ്കര ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ടൊരു തീമാണ്, അല്ലെങ്കിൽ ഇന്നസെന്റ് ആയ ഒരുപാട് ആൾക്കാരെ പണിഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത് നമ്മുടെ ചുറ്റും നടക്കുന്നില്ലേ. അപ്പൊ ഒരു ന്യൂസ് റീഡർ അല്ലെങ്കിൽ ന്യൂസ് എത്തിച്ചു കൊടുക്കുന്ന ആളെന്ന നിലയിൽ എന്താ പറയാനുള്ളത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്? വളരെ റിലവൻ്റായ ഒരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. സാറ് കൈകാര്യം അത്തരം വിഷയങ്ങളാണ് സാറിന്റെ സിനിമകളിൽ കൂടുതലും പ്രമേയമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം. അതെ അതെ, ജുഡീഷ്യറിയെ പറ്റി ശരിക്ക് കഠിന പ്രയത്നം ചെയ്ത ശേഷമാണ് സാർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്ത് എങ്ങനെ സംഭവിക്കും എന്നുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാടും പിന്നെ കുറേ അറിവുള്ള കുറേ സുഹൃത്തുക്കൾ പുള്ളിക്കുണ്ടല്ലോ. അതൊക്കെ കണ്ടും സംസാരിച്ചും ക്ലിയർ ചെയ്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് അവർക്കതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ അവരത് എടുക്കും. ഉറപ്പായിട്ടും എടുക്കും. ഞാനും ഈ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ്. പോർഷൻ വായിച്ചു പോയിന്നല്ലാതെ എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. ഭയങ്കര ആകാംക്ഷ റിലീസിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും ഇനിയും ഒരുപാട് നല്ല നല്ല റോൾസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.